ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും ആവശ്യമില്ല, നമുക്ക് മുട്ട മാത്രമേ മതി. മുട്ട വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ തോന്നുമെങ്കിലും ഇത് കട്ട്ലറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിൻ്റെ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാകുന്ന ഫില്ലിങ് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനത് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ചേർത്ത് കൊടുക്കണം, പച്ചമുളക് ചേർത്ത്. അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം എല്ലാത്തിൻ്റെയും ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ അത് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറേ ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ചേർത്ത് കൊടുക്കാം. അതപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതൊരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. ഞാൻ ഇപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർക്കുന്നില്ല. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർക്കാനുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും മസാലകളെല്ലാം അതിൽ കമ്പൈൻ ആവുന്നവരെ മിക്സാക്കി എടുത്തിട്ട് ഞാനിതൊരു ബൗളിലാക്കി എടുത്തിട്ട് തണുത്ത ശേഷം ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കയ്യിൽ വെച്ച് ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് തിന്നായിട്ടുള്ള പരത്തിയെടുക്കുക. തിന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ പരത്തിയെടുക്കുക. അങ്ങനെ എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുന്ന അങ്ങനെ തിന്നാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പം എത്ര ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കി ആദ്യം വെക്കുക കേട്ടോ. ഇതുപോലെ പരത്തിയിട്ട് ഉണ്ടാക്കി വെക്കുക. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണെങ്കിലും കട്ട്ലറ്റിൻ്റെ അത്രയും കട്ടിയില്ലാതെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 17 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എഗ്ഗ് സ്ലൈസർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കത്തി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് സ്ലൈസർ ഉണ്ടെങ്കിൽ എല്ലാം ഈക്വലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, കറക്റ്റായിട്ട് കട്ട്. അപ്പോൾ ഒന്ന് ഞാൻ 5 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഒരു 8 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഈ ഓരോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു മസാല മിക്സ് ഉണ്ടല്ലോ, അത് കയ്യിലെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മുട്ടയുടെ പീസ് വെക്കുക. നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ മതി. ഇനി സൈഡ് പോർഷനൊന്നും കവർ ചെയ്യൊന്നും വേണ്ട. കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം, പക്ഷെ ഞാൻ കവർ ചെയ്യുന്നൊന്നുമില്ല. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഒരു സാൻഡ്വിച്ച് രീതിയിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നമ്മൾ വെച്ചിട്ടുള്ള ആ മുട്ടയിലൊന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫുള്ള് മുട്ട കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ഇതൊരു വേറൊരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യുക. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് എഗ്ഗിൻ്റെ പീസ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഒരുപാട് ലൂസായി പോവുകയും ചെയ്ത് ഒരുപാട് തിക്കാവുകയും ചെയ്ത് ആ രീതിയിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൂസാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇത്രയും മതി. പിന്നെ നമുക്ക് വേണ്ടത് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ റസ്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോന്നും ആ ഒരു മൈദയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്നിങ്ങനെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാനൊരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ മൈദയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിൽ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റസ്ക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു ഷേപ്പിൽ ഈ ഒരു സ്നാക്ക് കിട്ടും. അപ്പോൾ 2 തവണ ഡബിൾ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ കോട്ട് ചെയ്താലും മതി കേട്ടോ. നമ്മൾ മുന്നൊരു ദിവസം ഒരു തേങ്ങാമുറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് തേങ്ങാമുറി. തലശ്ശേരി സ്പെഷ്യലാണെന്ന് തോന്നുന്നുണ്ട് ആ സംഭവം. അത് ഞാൻ ഇതുപോലെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്നാക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒന്ന് ചെറുതും ഉണ്ടാക്കി, ഒരു ബോളായ രീതിയിൽ ചെറുതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഓയിലൊക്കെ ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പരന്ന പാത്രത്തിലാണെങ്കിൽ ഒരുപാട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ 4 എണ്ണം ഒരുമിച്ചാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒരുപാട് സ്നാക്സ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ രണ്ടാമത്തെ സൈഡും മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരേപോലെ ആകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പ്രിൻറ്റിലോ ഒക്കെ ഇട്ടിട്ട് എണ്ണയൊക്കെ വാരാനായിട്ട് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്